വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു വടയാണ്, നല്ല മൊരിഞ്ഞൊരു വടയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള cabbage ആണ്. അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വടക്കനുസരിച്ച് നമുക്ക് cabbage ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അധികമൊന്നും വേണ്ട, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൈദ മാത്രമാണ് ചേർത്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അധികം ലൂസ് ആവാതെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിവടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ ഉള്ളിവടനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണ് കാബേജ് വട. പിന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇത് കുറേശ്ശായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിവടൻ്റെ അത്ര തന്നെ വലുപ്പത്തിലല്ല ഈ ഒരു കാബേജ് വട ഉണ്ടാക്കുന്നത്. നമ്മൾ പക്കുവട ഒക്കെ പൊരിച്ചെടുക്കുന്ന പോലെയുള്ള ആ ഒരു വലുപ്പത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട തന്നെയാണ് ഈ ഒരു കാബേജ് വട. അപ്പോൾ ഈ വട നല്ല ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് ചൂടാറി കഴിഞ്ഞ് നമ്മളിത് കഴിക്കുമ്പോൾ അതിനത്ര തന്നെ ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസും വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഇനിയും പുതിയ റെസിപ്പീസും വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.